കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയല്ലോ. വീണ്ടും പുതിയൊരു വചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അയച്ച എല്ലാ പ്രതികരണങ്ങൾക്കും നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. ദൈവം പറയുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു സ്റ്റൈലാണ് ഈ പറയുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അപ്പം എങ്ങനെയാണ് ഒരു കപടഭക്തിക്കാരൻ പ്രാർത്ഥിക്കുന്നത്? ആരാണ് ഈ കപട ഭക്തൻ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മൾ കപടഭക്തിക്കാരെ പോലെ ആണോ പ്രാർത്ഥിക്കുന്നത്? കപടഭക്തൻ എന്ന് പറയുമ്പോൾ അവന് ആക്ച്വലി ദൈവത്തെ ഭയമില്ലാത്തവനാണ്. ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് ദ ലോർഡ്, അല്ലേ? അപ്പം ദൈവത്തെ ഭയമില്ലാത്തവനാണ് കപടഭക്തൻ. നമ്മുടെ സ്ഥിതി എങ്ങനെയാണ്? വാസ്തവത്തിൽ നമുക്ക് ഈ ദൈവത്തെ ഭയമുണ്ടോ? അതൊരു പ്രധാന വിഷയമാണ്. പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയമാണ്, നമ്മൾക്ക് ദൈവത്തെ ഭയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയമുള്ളവൻ്റെ ആറ്റിറ്റ്യൂഡാണോ നമുക്ക് ആരെയാണ് ഭയം? ദൈവത്തെയാണോ മനുഷ്യരെയാണോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ ഉത്തരം കൊണ്ട് ഇറങ്ങി വരാവൂ. പ്രാർത്ഥിച്ചിട്ട് നിനക്ക് വിഷയം മാറിയില്ല, പിന്നെ നീ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഇതാണ്, പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ദൈവം എന്ന് പറയുന്ന വ്യക്തിക്ക് സകലതും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അടുത്താ നീ പോയി പ്രാർത്ഥിക്കുന്നത്, എനിക്കിങ്ങനെ ചെയ്യണം. അല്ലാതെ നീ പറയുന്നത് പോലെ അത് ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവമല്ല. മനസ്സിലാക്കണം. കഴിവില്ലാത്തൊരു ദൈവത്തിൻ്റെ അടുത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞാൻ ദൈവത്തെ ഓർത്തൊരു കാര്യം പറയാം, എനിക്കൊരു പുതിയ ദൈവത്തെ അറിയാം, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ദൈവത്തെ ഞാൻ കളാം. എനിക്കൊരു പുതിയ കക്ഷി അറിയാം, പുതിയ ദൈവം. എന്ത് പ്രാർത്ഥിച്ചാൽ ഉടൻ സാധിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ദൈവമാണ്, അതങ്ങ് വിട്. പുതിയൊരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ദൈവത്തിന് ഇപ്പം നമുക്കൊരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ, അത് സർജറി ചെയ്യുന്ന ഡോക്ടറുടെ കയ്യോടുകൂടിയിരിക്കുന്ന ദൈവത്തെ അറിയാവും. എന്നാൽ സർജറി ഇല്ലാതെ നിന്നെ ശരിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാവുന്ന, ഞാൻ ആ ദൈവത്തെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ സർജറിയുടെ കൂടിയിരിക്കുന്ന ദൈവത്തെയല്ല നിങ്ങൾക്ക് അറിയാത്തുള്ളൂ, വേറൊരു ദൈവത്തെ എനിക്കറിയാം. സർജറിയേ വേണ്ട, നീ പറഞ്ഞാൽ മതി, അവൻ്റെ രോഗം ശരിയാവട്ടെ. ശരിയായി. പ്രൈസ് ദി ലോർഡ്. കപട ഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഒരുപാട് കുടുംബങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ഇതുപോലെ, ഒരാത്മാർത്ഥത ഇല്ലാത്ത സ്നേഹം. മെക്കാനിക്കലായിട്ട് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കും, ഭാര്യ അതുപോലെ ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം പല കുടുംബങ്ങളിലും ഇല്ല. നിനക്ക് നിന്റെ ഭാര്യയുടെ അടുത്ത് വന്ന് ആത്മാർത്ഥതയോടെ ഇവള് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഭാര്യയ്ക്കും ഭർത്താവിനോടിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അന്ന് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ആഗ്രഹത്തോടിരുന്ന് പ്രാർത്ഥിക്കാമോ? നിന്റെ വിഷയം തീരും. അതിന് ലോകം മുഴുവൻ 100 പേര് അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ നീ വെറുതെയാ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കപടഭക്തിക്കാരെ പോലെ പുറത്തുള്ളവർ കാണുന്നൊരു ഐക്യതയല്ല, അതങ്ങ് വിട്ടേര്. അത് അടിയും പിടിയും കുസ്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് നിൻ്റെ കുടുംബത്തോട് ഒരു സ്നേഹമുണ്ടോ? കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ആത്മാർത്ഥതയോടെയുള്ള സ്നേഹം ഇതില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നത് വെറുതെയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനം കുടുംബത്തിലെ ഐക്യതയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന മാനദണ്ഡങ്ങളിലൊന്ന് കുടുംബത്തിലെ ഐക്യതയാണ്. ഐക്യത്തോടെയുള്ള നിങ്ങൾ ഏത് വിഷയം പ്രാർത്ഥിച്ചു നോക്കിയേ, അതിൻ്റെ ഉത്തരം ഓട്ടൻ കാണാം. 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ, പബ്ലിക്കിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയോ ഒന്നും നീ ആകർഷിക്കാൻ പോകണ്ട. നിന്റെ പ്രതിഫലം അവിടെ കൊണ്ട് നിൽക്കും. അതിലും നല്ലത് നിന്റെ വീട്ടിലൊരു വിഷയമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ആദ്യം കുടുംബമായി, ഇതൊരു പ്രധാന വിഷയമാണ്. ഞാൻ ഈ കുടുംബമായി എന്ന് പറയുന്നത് വെറുതെ പറയല്ല. നിന്റെ വീട്ടിലുള്ള അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ച് അകത്തെ മുറിയിൽ കയറിയിരുന്ന് നീ ഒന്ന് ഏകാഗ്രതയോടെ ഈ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയം ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നിന്നുള്ള വലിയ ആഗ്രഹത്തോടെ. ദൈവത്തിൻ്റെ പ്രധാന ഈ പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, ഈ കുടുംബത്തിലുള്ള സ്നേഹം വളർത്താൻ വേണ്ടിയിട്ട്. അല്ല ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട വല്ല അത്യാവശ്യമാണോ? എടാ, അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള ഐക്യത ഈ കുടുംബങ്ങളിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാ. യവന്മാർ നന്നാവണമെങ്കിൽ ഇങ്ങനെ ഞാനൊരു കണ്ടീഷൻ വെച്ചില്ലെങ്കിൽ യവന്മാർ നന്നാവാനേ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഐക്യതയോടെ കുടുംബമായിട്ട് വാ, ഞാൻ നിന്റെ വിഷയം തീർക്കും. കുടുംബം ഐക്യത്തോടെ അകത്തെ മുറിയിൽ കയറി നീ നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനോടൊന്ന് സംസാരിച്ചേ, ദൈവത്തിൻ്റെ വിഷയം തീർക്കും. വായിച്ചേ അടുത്ത വാക്യം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. കുറച്ചു നാൾ മുമ്പ് ഞാനൊരു സഭയിൽ യാദൃച്ഛികമായിട്ട് പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ ആ ചർച്ച എന്ന് പറഞ്ഞ അവരുടെ വീടിനോട് ചേർന്ന